ഒരു കലാകാരനെ മുന്നിൽ കിട്ടിയ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പാട്ട് പഠിപ്പിക്കണം. ഒരു പാട്ടോട് കൂടി തന്നെ തുടങ്ങല്ലേ? ആയിക്കോട്ടെ. പെരുമയിലെ പേരഴകി വരുമോ നീൻ സുമുഖി കനവോ കനിയോ കനിയേ കലമാൻ കലയാലുലയേ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ സഖി നീ മുഞ്ചിലഞ്ചിക്കൊഞ്ചിലോലം നെഞ്ചിലെ ജീവൻ. പെരുമയിലെ പേരഴകി വരുമോ നീ എൻ സുമുഖി കനവോ കനിയോ കനിയേ കലമാൻ കലയാലുലേ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഗുലാബ് ജാമുൻ സഖി നീ മുഞ്ചിലഞ്ചിക്കൊഞ്ചിലോലം നെഞ്ചിലെ ജീവൻ. ഹായ്, കൊള്ളാം കൊള്ളാം കൊള്ളാം. എങ്ങനെയാണ് ഈ ഒരു പാട്ട് വന്നത്? ഇത് അതിനു മുന്നേ വേറൊരു കാര്യം പറയട്ടെ. ഈ പാട്ടിന്റെ ഒരു കുഞ്ഞു ക്ലിപ്പ് ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട് ഇത് മുത്തുവിന്റെ തന്നെ ഒരു ലവ് സ്റ്റോറിയാണ്. ആ കഥയും കൂടെ പറയണേ. അത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കുറച്ച് പ്രണയങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലെല്ലാം ആദ്യം തോന്നുന്ന ഒരു താല്പര്യം, പ്രണയത്തിനോട് തോന്നുന്ന താല്പര്യമാണ് ഈ ഗുലാബ് ജാമുൻ എന്നുള്ള പാട്ട്. എല്ലാ പ്രണയത്തിനോടും നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അങ്ങനെ എനിക്കുണ്ടായ കുറച്ച് പ്രണയങ്ങളെ ഞാൻ അതിലേക്ക് ചേർത്ത് വെച്ചു എന്ന് മാത്രം. പിന്നെ നല്ല വശം മാത്രം കണ്ടുകൊണ്ട്. നല്ല വശം മാത്രം കണ്ട്. അപ്പൊ ഒരു തകർന്ന പ്രണയമൊന്നും അല്ല, അത് ഒരുപാടുണ്ട്. തകർന്ന പ്രണയം കുറെ ഉണ്ടോ? സീരിയസ്ലി. അപ്പൊ അല്ല, അത് ഞാൻ ആ തകർച്ച ഇതിനകത്ത് വെച്ചിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ എത്ര പ്രണയം ഉണ്ടായിരുന്നു മുത്തുവിന്? അറിയില്ല, എണ്ണെടുക്കേണ്ടി വരുമോ ഞാൻ മിക്കവാറും. അല്ല, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു മുമ്പ്, അത്രത്തോളം ഉള്ളതുണ്ടായിട്ട്. അത്രത്തോളം. ഇപ്പൊ ബ്രേക്കപ്പ് ആണോ? ഇപ്പം സിംഗിളാണ്. ഓക്കെ ഓക്കെ. അപ്പോ ഇത് ഏതൊരു ഇമോഷന്റെ പുറത്ത് എഴുതിയതായിരിക്കും ഈ ഒരു സോങ്? ഈ ഒരു സോങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചില പേരുകൾ കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ഈ ഗുലാബ് ജാമുൻ എന്നുള്ള ഒരു പേര് ഞാൻ UP മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വർഷം ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം പോയിട്ട് ഓരോ ഗുലാബ് ജാമുൻ കഴിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഗുലാബ് ജാമുൻ ഫേവററ്റാണ്. അവിടുത്തെയാണ് ഏറ്റവും ഇഷ്ടം. UP യിൽ അവിടെ ഇങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാക്കണ ഞാൻ പഠിച്ച വളരെ ചെറിയൊരു സ്ഥലത്താണ്, ഗോസി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്നുള്ള ഗുലാബ് ജാമുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ പേരെപ്പോൾ കേട്ടാലും എനിക്ക് അത് ഓർമ്മ വരും. ഒരു ദിവസം ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗുലാബ് ജാമുൻ കണ്ട്, അപ്പോൾ അതിലൊരു പാട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തതാണ്. അതിനെ ഗുലാബ് ജാമുനെ നമ്മൾ പ്രണയിക്കുന്ന ഒരാളുമായിട്ട് ചേർത്ത് വെച്ചു. ഓക്കെ. ഈ ഗുലാബ് ജാം എന്നുള്ള പേര് അത്രയും ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ മുത്തുവിന്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്തപ്പോൾ മുത്തു സോൾ, അതിങ്ങനെ റാൻഡം ആയിട്ടൊരു പേരാണോ അതോ കുറെ റിസർച്ച് ചെയ്ത് എന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ ഞാൻ എന്ത് പേര് കൊടുക്കണം എന്നാലോചിച്ചിട്ട പേരാണോ? അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നതും കാണുന്നതും അയാളുടെ ആത്മാവിനെയാണ്. അപ്പോൾ എല്ലാവരുടെയും ആത്മാവിനാണല്ലോ പ്രാധാന്യം, അല്ലാതെ അവരുടെ ശരീരത്തിനോ രൂപത്തിനോ ഒന്നുമല്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ആത്മാവിനെ കാണാനാണ്. അപ്പോൾ അതുകൊണ്ട് മുത്തു സോൾ എന്നിട്ട് എൻ്റെ ആത്മാവ് മുത്തു എന്ന് പറയുക ആത്മാവല്ലേ, അപ്പം അതങ്ങനെ ഇട്ടതാണ്. കുറച്ച് അഗാധമായി ചിന്തിച്ചിരുന്നിട്ടതാണ് അല്ലേ? അതെ. ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് UP യുടെ ഒക്കെ ആയിരിക്കാം. ട്രാവൽ അഡിക്റ്റഡ് ആണോ മുത്തു? ഞാൻ എൻ്റെ 17ാമത്തെ വയസ്സ് തൊട്ട് ട്രാവൽ ചെയ്യുമായിരുന്നു. ഇങ്ങനെ ഏകദേശം ഇന്ത്യ മുക്കാലും ഒരു 3-4 വട്ടം പോയിട്ടുണ്ട്. കൂടുതലും ഒറ്റയ്ക്കാണ്. അങ്ങനെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഈ അടുത്ത കാലത്ത് മുത്തുവിൻ്റെ മ്യൂസിക് ഫീൽഡിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പാട്ടിൻ്റെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആർട്ടിസ്റ്റുകളെയാണോ ചോദിക്കുന്നത്? എങ്ങനെയായാലും അങ്ങനെയൊന്നുമില്ല. ഇല്ലല്ല, ഞാൻ അധികം പാട്ടുകൾ കേൾക്കുന്ന ഒരാളല്ല. പാട്ട് കേൾക്കാറില്ല, വളരെ കുറച്ച് മാത്രം. ഇപ്പോൾ ഈ വീട്ടിൽ റൂമിലിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സൗണ്ട് വേണമെന്ന് തോന്നുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കി വെക്കും. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ കുറേ പാട്ടുകൾ വന്നു പോകും. അതിനകത്ത് കേൾക്കാൻ കൂടുതൽ ഇഷ്ടം ബ്ലൂസാണ്. ഇങ്ങനെ കേൾക്കും. പക്ഷെ ഒരു ആർട്ടിസ്റ്റിനെ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് ബാദ്ഷായാണ്. ഹിന്ദി സോങ്സ് ഒക്കെ ചെയ്യുന്ന ബാദ്ഷായാണ് എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ആൾ. ആ ഒരു പാട്ടുകളിനോട് ഏതെങ്കിലും പാട്ടൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെറുതായിട്ട്. അങ്ങനെ ഒരാളെ ഞാനങ്ങനെ ഫോളോ ചെയ്യുന്നില്ല.